കാത്തു സൂക്ഷിച്ചു എന്നതാണ്. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ കൈകളിൽ നിന്ന് ഇസ്ലാമിന്റെ കൈത്തിരി കത്തിച്ചു വെച്ച കേരളത്തിൽ ആ കത്തിച്ചു വെച്ച തെളിച്ചം അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു മാർഗങ്ങൾ ഉണ്ടാക്കി. മഹാന്മാരായ മഖ്ദൂമുമാരിലൂടെ വീണ്ടും വീണ്ടും അത് പരിപോഷിപ്പിച്ചു. കോഴിക്കോട് കാദിമാരുടെ താവഴിയിലൂടെ അത് വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുകയും ചലനാത്മകമാക്കുകയും ചെയ്തു. അതുപോലെ മഹാന്മാരായ ഹളർമൗത്തിലെ സാദാത്തുക്കളും മഖ്ദൂമുമാരും കോഴിക്കോട് കാദിമാരും സ്വഹാബത്തുൽ കിറാമും അടക്കമുള്ള വിവിധങ്ങളാകുന്ന വിശുദ്ധ താവഴികളിലൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ വേരറ്റുപോകാതെ അതിന്റെ കർമ്മങ്ങളും ചലനങ്ങളും സംസ്കാരങ്ങളും അന്യം നിന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ നാടുകളിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടായി. അത് അള്ളാഹു നമുക്ക് തന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഭാഗ്യമാണ്. അള്ളാഹു ഭൂമിയിൽ നമുക്ക് ഹിദായത്ത് തന്നതിന്റെ ശേഷം അവൻ തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ആത്മീയ നേതൃത്വത്തിന്റെ തണലിൽ ദീന് മാത്രം അവലംബമായി സംഘടിക്കുവാനും പിന്തുടരാനും നമുക്ക് സാധിച്ചു എന്നത് അള്ളാഹു ആ തൗഫീക്ക് നമുക്കൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായൊരു നേതൃത്വം ഉണ്ടായില്ല എന്നതാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനുകളും നോക്ക് നിങ്ങൾ, മുസ്ലിമീങ്ങളെമ്പാടുമുള്ള ഉത്തരേന്ത്യയിൽ UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും ഫാസിസമാണ് ജയിച്ചു കയറുന്നത്. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഭരണത്തിലേറുന്നത്. കൃത്യമായി ആ മുസ്ലിം ജനസാമാന്യത്തിന് ദിശാബോധം നൽകാൻ ആരും തന്നെ അവിടെ ഇല്ല എന്നതാണ്. അഖിലാഖ് ഉൾപ്പെടെയുള്ള ഇറച്ചിരുന്നതിന്റെ പേരിൽ കശാപ്പ് ചെയ്യപ്പെട്ട കൊല ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങളുടെ കഥ പറഞ്ഞ് നമ്മളൊക്കെ കേരളത്തിൽ വികാരം കൊള്ളാൻ. അതൊക്കെ നടക്കുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അവരനുഭവിക്കുന്ന പ്രതിസന്ധിയെ വിവേകപൂർണമായി കൈകാര്യം ചെയ്യാനുള്ള നേതൃത്വം നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. പലപ്പോഴും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഫാസിസം വളർന്നു വരാനുള്ള കാരണം വിവേകപൂർണമായി അവർക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു നേതൃത്വം അവർക്കുണ്ടായില്ല എന്നതാണ്. ഡൽഹി ഇമാമിനെ പോലെയൊക്കെയുള്ള വൈകാരികമായ ഇടപെടലുകളും വൈകാരികമായ ഒച്ചപ്പാടുകളും മാത്രം ഒരു സമുദായത്തെ നയിക്കാനുള്ള ക്വാളിറ്റി അല്ല എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് അത്തരം സംഭവങ്ങളൊക്കെ. നിങ്ങൾ നോക്ക്, എപ്പോഴും മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുണ്ടാകുന്ന വൈകാരിക പ്രകടനങ്ങൾ അത് ഫാസിസത്തിന് ആക്കം കൂട്ടുകയാണ്, അത് ഫാസിസത്തിന് വിജയം നൽകുകയാണ്, അത് ഫാസിസത്തിന് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടി എളുപ്പമാക്കുകയാണ്. ഇവിടെയാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശബ്ദം, അവിടുത്തെ നേതൃത്വം, വീക്ഷണാപരമായി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ എക്കാലത്തും പ്രസക്തമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, ഭരണകൂടങ്ങളിലും ഭരണേതര വിഭാഗങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദമായി ആ നേതൃത്വത്തിന്റെ ശബ്ദം മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഏത് കാലത്തും കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങള് അദ്ദേഹത്തെ അസഹിഷ്ണുതാപരമായും അസൂയാപരമായും നോക്കിക്കാണുന്ന പലരും അത് വിവാദമാക്കാനും അത് ദുർവ്യാഖ്യാനം ചെയ്യാനും ഒക്കെയുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ആ വിമർശകർ പോലും പിന്നീട് കാന്തപുരം ഉസ്താദിന്റെ നിലപാടിലേക്ക് എത്തിച്ചേരുന്നതാണ് കാലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകൾ, ചില വിവാദങ്ങൾ AP ഉസ്താദുമായി ചുറ്റിപ്പറ്റി ശത്രുക്കളാൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏത് കാലത്തും ബാബരി മസ്ജിദിന്റെ പേരിൽ വൈകാരികമായി ഈ സമുദായത്തെ ആട്ടിത്തെളിക്കാൻ ചിലർ രംഗത്ത് വന്ന കാലണ്ടയിൽ ബാബരിപ്പള്ളി നിന്നിരുന്ന സ്ഥലത്ത് ശിലാന്യാസം നടന്നു എന്ന പേരിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകിയ മുസ്ലിം സമുദായത്തിന്റെ ഒരു വലിയ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞത് അതിന്റെ പേരിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ബഹിഷ്കരിക്കണമെന്നാണ്. അന്ന് ആ നിലപാടുകൾക്കെതിരെ ദീർഘദൃഷ്ടിയോടുകൂടെ എതിർത്തു നിന്ന നേതാവ് ഇന്ത്യ രാജ്യത്തെ റിപ്പബ്ലിക് ഡേ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേതല്ല, അത് ഇന്ത്യക്കാരന്റേതാണ്. അതുകൊണ്ട് മറ്റു മതസ്ഥരെ പോലെ നമ്മളും അത് ആഘോഷിക്കണമെന്ന് അന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോ പലരും വൈകാരികമായി അതിനെ വീക്ഷിക്കുകയും അതിന്റെ പേരിൽ കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഒരു വർഷം തികയുമ്പോഴേക്ക് കാന്തപുരം ഉസ്താദിന്റെ വഴിയെ കാലം അവരെ ചലിപ്പിക്കുകയാണ്.
ഇന്നാരും റിപ്പബ്ലിക് ഡേ ബഹിഷ്കരിക്കുന്നവരായി കേരളത്തിൽ ഇല്ല. അത് ബാബരി മസ്ജിദ് നമുക്ക് കിട്ടിയത് കൊണ്ടല്ല, ബാബരി പള്ളിയുടെ പരിസരത്ത് ഫാസിസം നടത്തിയ കടന്നുകയറ്റം ഇല്ലാതെയായിട്ടുമല്ല. പിന്നെയോ അത് കാലം കാന്തപുരം ഉസ്താദിന്റെ നിലപാട് ശരിവെച്ചു എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കാൻ. ഇപ്പൊ അടുത്ത ഉസ്താദ് പറഞ്ഞു, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഡൽഹിയിലോ മറ്റോ വെച്ച് ഉസ്താദ് നടത്തിയൊരു പ്രസ്താവന പലരും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. യഥാർത്ഥത്തില് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ബാബരി പള്ളി ശത്രുക്കൾക്ക് തീരെഴുതി കൊടുക്കലാണ് എന്ന വ്യാഖ്യാനം, അല്ലെങ്കിൽ അത് ശത്രുക്കൾക്ക് എഴുതി കൊടുക്കലാണ് എന്ന വിശദീകരണം, അത് അസഹിഷ്ണുതാപരമായും അസൂയാപരമായും നടത്തുന്ന കുപ്രചരണങ്ങളാണ്. ബാബരി പള്ളിയുടെ കാര്യത്തിൽ ശത്രുക്കളുമായി അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചവരുമായി ഒരു ചർച്ചക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നതാണ്. തെറ്റിദ്ധരിച്ചവർക്ക് അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അകലങ്ങളിൽ നിന്ന് അടുക്കാനും ഇടപെടാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുമുള്ള ശ്രമം അത് നടത്തണമെങ്കിൽ തന്റെ ഇടമുള്ള നേതൃത്വത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് പറയണമെങ്കിൽ ചില ചങ്കുറപ്പ് തന്റെ കയ്യിൽ ആവശ്യമാണ്. അതോടുകൂടെ എപി ഉസ്താദ് പറഞ്ഞ മുത്തലാഖുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന, നരേന്ദ്രമോദിക്ക് മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ അതിനും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ, ചർച്ച എന്ന് പറയുന്നത് അവരവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുവാനും അവകാശങ്ങൾ വാങ്ങാനുമുള്ളതാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് അത്തരം കാര്യങ്ങളെ, അത്തരം പ്രഖ്യാപനങ്ങളെയും പ്രസ്താവനകളെയും രാജ്യം ഉറ്റുനോക്കുമ്പോ അത് രാജ്യത്തെ ഗുണകരമായ ഒരു നിലപാടായി കാണുമ്പോ അസൂയാലുക്കളും അസഹിഷ്ണുതാലുക്കളുമായ ആളുകൾ അതിനെ കുപ്രചരണങ്ങളിലൂടെ കശാപ്പ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും ശ്രമിച്ചു പോരുന്നത് ഏത് കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അവരൊക്കെ കുറ്റപ്പെടുത്തിയാലും കാലം അവരെ കാന്തപുരം ഉസ്താദിന്റെ പിറകെ സഞ്ചരിപ്പിച്ചിട്ടുണ്ട്.